പ്രിയ സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം. കർത്താവായ യേശു തൻ്റെ കാലത്തെ തലമുറയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞങ്ങൾ ഓടക്കുഴലൂതി, നിങ്ങൾ നൃത്തം ചെയ്തില്ല; ഞങ്ങൾ വിലാപഗീതം പാടി, നിങ്ങൾ വിലപിച്ചില്ല എന്ന് അദ്ദേഹം അവരെ താരതമ്യം ചെയ്യുന്നു. ഇത് ദൈവത്തിൻ്റെ പദ്ധതികളോടുള്ള മനുഷ്യൻ്റെ നിസ്സംഗതയെയും പിടിവാശിയെയും വ്യക്തമാക്കുന്നു. യോഹന്നാൻ സ്നാപകൻ വന്നപ്പോൾ കർത്താവ് ഉപവസിക്കുകയും പാനം ചെയ്യാതിരിക്കുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, അവന് ഭൂതമുണ്ടെന്ന്. മനുഷ്യപുത്രൻ വന്നപ്പോൾ അവൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഇതാ ഒരു തീറ്റപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. ഏത് രീതിയിൽ വന്നാലും വിമർശിക്കാനും തള്ളിക്കളയാനുമാണ് നമ്മുടെ ലോകം ശ്രമിച്ചതും ഇപ്പോൾ ശ്രമിക്കുന്നതും. ദൈവത്തിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ അവരുടെ ഹൃദയങ്ങൾ തയ്യാറായിരുന്നില്ല. ഇന്നത്തെ നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയല്ലേ സഹോദര സഹോദരി? സഭ നമ്മെ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ക്ഷണിക്കുമ്പോൾ നാം ഒഴിവ് കഴിവുകൾ കണ്ടെത്തുന്നു. സന്തോഷത്തിൻ്റെ സന്ദേശം നൽകുമ്പോൾ നാം അത് അവഗണിക്കുന്നു. സമയമില്ല എന്ന് പറഞ്ഞ്. ദൈവത്തിൻ്റെ വിളി പല രൂപങ്ങളിൽ നമ്മുടെ അടുക്കിലെത്തുന്നു. എന്നാൽ നാം പലപ്പോഴും കണ്ണടയ്ക്കുകയും കാതടയ്ക്കുകയും ചെയ്യുന്നു. ഈ വചനം നൽകുന്ന പ്രധാന പാഠം ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം എന്നതാണ്. വിവേകമുള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയൂ. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ നാം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണം. പ്രിയ സഹോദരങ്ങളെ, കർത്താവിൻ്റെ രണ്ടാം വരവ് അടുത്തിരിക്കുകയാണ്. സമയം പാഴാക്കാതെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ വിളിക്ക് ഉത്തരം നൽകാൻ തയ്യാറാവാം. കർത്താവ് നമ്മെ കാത്തിരിക്കുന്നു. ആമേൻ.